ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ വീണ്ടും വ്യാജ ബോംബ് ഭീഷണി. ക്ഷേത്രത്തിന്റെ ഇമെയിലിലാണ് സന്ദേശമെത്തിയത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഭീഷണി സന്ദേശം. MS വീണ ചേരുന്നു വിവരങ്ങളുമായി. വീണ, എന്തായാലും ഭീഷണി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നോ? രോഹിണി, ഇന്ന് രാവിലെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ മെയിലിൽ ഇത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഈ ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട് പോലീസ് രാവിലെ തന്നെ പരിശോധന നടത്തിയിരുന്നു. 3 മണിക്ക് ബോംബ് പൊട്ടുമെന്നാണ് സന്ദേശത്തിൽ പരാമർശിക്കുന്നത്. മാത്രമല്ല, നടനായ SP ശേഖറിന്റെ വീട്ടിലും ബോംബുണ്ട് എന്ന തരത്തിലും ഈ ഒരു സന്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ സംശയിക്കത്തക്കതായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ബോംബ് സന്ദേശം, അതായത് ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് ക്ഷേത്രത്തിൽ ഇത് രണ്ടാം തവണയാണ്. ഈ ആഴ്ച തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ളൊരു സന്ദേശം വന്നിരുന്നു. ഇത് വ്യാജ സന്ദേശം എന്നാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇമെയിൽ സന്ദേശം സൈബറിന് കൈമാറിയിട്ടുണ്ട്, സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ തലസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ 1 മാസ കാലത്തിലേറെയായി പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ വഞ്ചിയൂർ കോടതി, അങ്ങനെ നഗരപരിധിയിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള വ്യാജ ബോംബ് സന്ദേശങ്ങൾ തുടരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താത്തതടക്കമുള്ള വിഷയങ്ങളും വിമർശനങ്ങളും ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. കൃത്യമായും സൈബർ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. ആരാണിത് മെയിൽ അയക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഉറവിടം കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം, അതുപോലെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രോഹിണി, ശരി, വീണയാണ് വിവരങ്ങൾ നൽകിയത്.